അല്ല അതിലിപ്പോ എത്ര മാങ്ങണ്ട്? അതിനൊരു 10-35 ഉണ്ടാവും. അത് കുറച്ച് നമുക്ക് അച്ചാറിടാം, കുറച്ച് പൈപ്പിക്കാൻ വെക്കാം. അല്ല വേറെ കാര്യം ചോദിക്കാണ്, എനിക്ക് എന്തിനാ അപ്പുറത്തെ തേങ്ങ എടുത്ത് ഇപ്പുറത്തെ പറമ്പിലിട്ടത്? അതെ, ഈ ഏട്ടനൻസന്മാരെ ഒരു തല്ലുകൊണ്ടാണ് നല്ല രസം. അവിടെ അല്ലെങ്കിൽ തന്നെ തല്ല, അവിടെ ആരെ തെങ്ങുമ്പോ കയറ്റും കരുതിയിട്ട് ഇവിടെ ആൾക്കാർ പുരിഞ്ഞതല്ല. അപ്പോൾ ഒരു കുത്തിത്തിരിപ്പുണ്ടായിരുന്നു. എന്തടാ എവിടുന്ന വരുന്നേ? എന്താ സഞ്ചിയില്? ഞങ്ങൾ മാങ്ങ പൊറുക്കാൻ മതിയായിരുന്നു. ഒരു 35 മാങ്ങ കിട്ടി അല്ലേ? അതിൽ കുറച്ച് അച്ചാറിടണം, കുറച്ച് കടി വറുക്കണം, കുറച്ച് ചമ്മന്തി അരക്കണം. ആകെ 35 മാങ്ങണ്ട്, അതുകൊണ്ട് ഇപ്പൊ ഒക്കെ തേങ്ങി. അല്ല, നിങ്ങൾക്ക് ഇന്നലെ കാറ്റടിച്ചപ്പോ കണ്ടമാനം മാങ്ങ കിട്ടിയെന്ന് ഞങ്ങൾ അറിഞ്ഞല്ലോ. ഞമ്മക്കൊരു 102 കിട്ടി. ഞാനത് അച്ചാറിടണമെന്നില്ല ഇങ്ങനെ നിൽക്കുക. അതിലാണ് കാരണം ഒരു ഡൽഹിയിൽ നിന്ന് ഒരു മാങ്ങ കൊണ്ട് വരുന്നത്. അല്ല, നിങ്ങളെ ഡൽഹിത്തെ KC മാങ്ങ കൊണ്ടാണ് ഈ അച്ചാറിടാൻ വിചാരിച്ചിരിക്കുന്നത്. നമ്മളെ നാട്ടിൽ നല്ല നാടൻ മാങ്ങല്ലേ, വീടി മാങ്ങ, അതുകൊണ്ട് ഇട്ടാ പോരെ? അത് നാട്ടിൽ നാടൻ മാങ്ങ നല്ല ഉണ്ടാകേണ്ടത് കാര്യം തറവാട്ടത്തെ കാരണവർ പറയണ്ടേ ഏത് മാങ്ങ കൊണ്ട് അച്ചാറിടുന്നെന്ന്. അങ്ങനെയാണെങ്കിലേ ഞാൻ ഇവിടുന്ന് പോകുക കേട്ടോ. ഞാൻ വല്ല തമിഴ്നാട്ടിലേക്ക് പോവുക, അങ്ങേ പോയി വാഴ. അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വാഴ തന്നെയാണല്ലോ, അതുകൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത് അല്ലേ? അവിടെ ചെന്ന് നമ്മൾ കല്യാണം കഴിച്ചാൽ തന്നെ 1 പവൻ സ്വർണം, ഒരു സാരി, 200 യൂണിറ്റ് കറണ്ട് ഫ്രീ, LPG ഒരു കൊല്ലത്തിൽ 6 കുറ്റി, അങ്ങനെ എല്ലാ സൗകര്യവും ഇല്ലേ? അതുപോലൊക്കെ ഒരു ഭരണം കേരളത്തിൽ കിട്ടുവോ? അതിനിപ്പോ കിട്ടിയ മാങ്ങ കൊണ്ട് അച്ചാറിടങ്ങളൊക്കെ ഒന്ന് സമ്മതിക്കണ്ടേ?